ഹായ് ഓൾ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പനയിലാണ്. കട്ടപ്പന വിക്ടോറിയ ഇൻ്റർനാഷണൽ ഹോട്ടലിലാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഒരു ട്രെക്കിങ്ങിനാണ്. ഓൾമോസ്റ്റ് 18 കിലോമീറ്റർ നീണ്ടിരിക്കുന്ന ട്രെക്കിങ് 9 മണിക്കൂർ സമയമെടുക്കും. എവിടെയാണെന്നറിയോ? പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളായിട്ടുള്ള വീഡിയോ എല്ലാം ഇതിൻ്റെ പുറകെ വരുന്നതാവും. കാടിനെ സ്നേഹിക്കുന്ന അല്ലെ കാട്ടിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പറ്റിയൊരു ട്രെക്കിംഗ് തന്നെയാണ് ഈ പെരിയാർ ടൈഗർ റിസർവ്. നമ്മളിപ്പോൾ പോകുന്നത് കട്ടപ്പന റൂട്ടിൽ നിന്ന് കുമളിയിലോട്ടുള്ള റോഡാണ്. വളരെ മനോഹരമായ ഫോറസ്റ്റ് ഏരിയയാണ്. രണ്ട് സൈഡിലും മൊത്തവും ഏലത്തോട്ടവും ഇഞ്ചിയുടെ ഇതും എല്ലാം ആയിട്ടുള്ള മനോഹരമായ യാത്രയാണ്. ഏകദേശം ഒരു 20-22 കിലോമീറ്റർ കട്ടപ്പനയിൽ നിന്ന് കുമളി ഈ ടൈഗർ റിസർവ് സെൻറ്ററിലോട്ട് എത്താനുണ്ട്. പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ്, നല്ല ക്ലൈമറ്റാണ്, വളരെ മനോഹരമായ കാഴ്ചകളാണ്. നമുക്ക് ഇരുവശവും കണ്ട് പോകാം. അങ്ങനെ ഞങ്ങൾ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ അവിടെ ഞങ്ങൾ എത്തി. ഞങ്ങൾ ഏകദേശം ഒരു 8-8:15 എത്തി. അങ്ങനെ അവർ കാലിൽ കെട്ടേണ്ട സെക്യൂരിറ്റീസ് ഐറ്റംസ് എല്ലാം തന്ന് ഞങ്ങളതെല്ലാം കെട്ടി. കാരണം ഈ പോകുന്ന കാട്ടുവഴിയിലൊക്കെ ഈ മഴയുണ്ടെങ്കിൽ നല്ല ഒച്ചിൻ്റെ ഈ അട്ടയുടെ ശല്യങ്ങൾ കാണും. സോ അത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്യൂരിറ്റി ഐറ്റംസ് എല്ലാം ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫോറസ്റ്റ് സെക്യൂരിറ്റി ഓഫീസേഴ്സിന് കൊടുക്കണം. നമ്മുടെ കൂടെ 2 ഫ്രഞ്ചുകാരും വരുന്നുണ്ട്. അവർ ഓൾറെഡി ഒരു 8 മണിയല്ലായപ്പോൾ അവർ രണ്ടുപേരും എത്തി. പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി, ഒരു 8:20 അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടന്നു കഴിയുമ്പോഴത്തേക്ക് കാട്ടിൻ്റെ ഉൾക്കാടുകളിലോട്ട് കയറത്തുള്ളൂ. അങ്ങനെ ഞാൻ, എൽഡോസ്, നഹാസ്, ഞങ്ങൾ പിന്നെ 2 ഫ്രഞ്ചുകാർ പ്ലസ് ഒരു പോലീസുകാരനുണ്ട്, പിന്നെ 2 ഗൈഡും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഏകദേശം ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അതിമനോഹരമായ സ്ഥലമാണ്. ഏകദേശം 9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ട്രക്കിങ്ങാണ്. അങ്ങനെ ഞങ്ങൾ ഉൾക്കാടുകളിലോട്ട് കയറുകയാണ്. ഇരുവശവും മൃഗങ്ങളുടെ സൗണ്ടും മാനിൻ്റെ സൗണ്ടും എല്ലാം കേൾക്കാം. ഞങ്ങളങ്ങനെ നടന്ന് പോകണം. നമ്മുടെ ഗൈഡ് ഫ്രണ്ടിൽ കാണും, നമ്മൾ അവരുടെ ബാക്കിലും നമ്മുടെ ഒരു ഗൈഡും കാണും. അങ്ങനെയാണ് ഈ ട്രിപ്പ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ മൊത്തം സെറ്റ് ഏകദേശം ഒരു 5 പേരുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു ബാച്ചിനെ മാത്രമേ അവർ കൊണ്ടുപോകത്തുള്ളൂ. 3 ടൈപ്പ് ട്രെക്കിങ് സ്ഥലങ്ങളുണ്ട് പെരിയാർ ടൈഗർ റിസർവിൽ. അങ്ങനെ ഞങ്ങളിത് 3ാമത്തെ ട്രിപ്പാണ് ശരിക്കും. ഞങ്ങൾ ഇതേ ടീം തന്നെ ഞങ്ങൾ ഓൾറെഡി 2 വട്ടം വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു വൈൽഡ് മങ്കിയാണ്. പിന്നെ ഞങ്ങൾ ഇപ്പം എത്തിയിരിക്കുന്ന ഈ ഒരു ടെറിട്ടറി എന്ന് പറയുന്നത്, ഫോറസ്റ്റുകാർ പറയുന്നത് ഏകദേശം ഇതൊരു ടൈഗറിൻ്റെ ഒരു ടെറിട്ടറിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. 24 കിലോമീറ്ററിന് ചുറ്റളവിൽ വരുന്നത് ഒരു ടൈഗറിൻ്റെ ഒരു ഏരിയ ആണെന്നാണ് ഫോറസ്റ്റുകാരൻ പറഞ്ഞത്. കാരണം അതിനകത്തോട്ട് വേറൊരു ടൈഗർ കയറത്തില്ല. അപ്പം ആ ടെറിട്ടറിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. Counting is very low. That one is South India is very endemic. So you keep it here. Yeah, that one is very protected. Kerala Forest Protection Act. That is Schedule 1. That is Schedule 1. The non-bail offence, that is kill. Okay. ഓക്കെ, തണ്ട വൈബല്ല, കാട് വൈബ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ബ്രേക്ക്ഫാസ്റ്റും ഇവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ബാഗിനകത്ത് ഒരു ഫുള്ള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, സാൻഡ്വിച്ച്, ഫ്രൂട്ട്സ് എല്ലാം, ഉച്ചക്കുള്ള ലഞ്ചും എല്ലാം ഉണ്ട്, പഴം എല്ലാം ഇവർ കഴുകും. എല്ലാം നമ്മുടെ ഈ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഒരു 10-15 മിനിറ്റ്സ് നമുക്ക് ബ്രേക്ക് കാണും. നെഗാസ് ഉറക്കമായി കഴിഞ്ഞു. ഇത്രയും നടന്നപ്പോൾ തന്നെ അവൻ ക്ഷീണിച്ചു പോയി. കൊടുങ്കാട്ടിന് നടുക്കുള്ള വെള്ളച്ചാട്ടം. അടിപൊളി വ്യൂ. വാവ്.
Wow, super. ചന്ദനമരം ചന്ദനമരം ഇതാണ് ചന്ദനമരം. അതിൽ നിന്ന് ചന്ദനം എടുക്കുക. ഒറിജിനൽ ചന്ദനത്തിന്റെ മണം. ഒറിജിനൽ ചന്ദനം. This area and about 10 kilometers, this sandalwood tree, the night patrolling, village people, they are very careful. The other side, big one, this small one. Okay. ഇതാണ് നമ്മുടെ കൂടെ ട്രക്കിങ്ങിന് ഇന്ന് വന്ന ഗൈഡ് കണ്ണൻ. കണ്ണനല്ലേ? വാച്ചർ. വളരെ സീനിയർ ആയിട്ടുള്ള ഗൈഡും വാച്ചറുമാണ് ഇവിടുത്തെ. 22 കൊല്ലമായെന്നാ പറയുന്നത്. 22 കൊല്ലം. അപ്പൊ നിങ്ങൾ കടുവയൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ? കടുവയ്ക്ക് മേലെ പറഞ്ഞിട്ടുണ്ട് കണക്കില്. ഓക്കെ. ആന വന്ന് 1000 മേലെ. 1000 മേളിൽ ആനകളും 40 മേളിൽ കടുവകളും ഈ പെരിയാർ ടൈഗർ റിസർവ് സെൻ്ററിലുണ്ടെന്നാണ് ഈ സീനിയർ വാച്ചർ പറയുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. എല്ലാവരും ഒരിക്കൽ വന്ന് മസ്റ്റായിട്ട് ട്രക്കിങ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ആനയൊക്കെ ഇവിടെ ഒത്തിരി ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നുണ്ട്. ഇതുവഴി രാവിലെ ആന കുറച്ച് പോയിട്ടുണ്ട്. അപ്പുറത്ത് പുൽമേടിൽ നിറച്ച് ആന നിൽപ്പുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോവുക. ആനകൾ കൂട്ടെ ഇവിടെ ഏകദേശം നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് 1000 മേളിൽ ആനകളും 40 കടുവകളും ഉണ്ട്, കരടിയുണ്ട്. അങ്ങനെ എല്ലാ വന്യമൃഗങ്ങളും ഇതിനകത്തുണ്ട്. വളരെ ഭയങ്കര ഒരു റിച്ച് ട്രക്കിംഗ് ആയത്. ഇത് ശരിക്കും തൊണ്ടിയാർ ഡാമിൻ്റെ ഏറ്റവും മേളിലാണ്. നമ്മൾ ഏറ്റവും മേളിലാണ് നിൽക്കുന്നത്. ഏറ്റവും ഹയർ ഇതിലോട്ട് നമ്മൾ പോവുകയാണ്. നല്ല ട്രക്കിംഗ് ആണ്. ഭയങ്കര ഹൈറ്റിലാണ് സംഭവം. കുത്തനെയുള്ള കയറ്റമാണ്. ഓ മൈ ഗോഡ്. ഇവർ ഫ്രാൻസിൽ നിന്ന് വന്ന ഓണേഴ്സ് ടീംസാണ്. ഓക്കെ. ഓമ്മേ, വിചാരിച്ച കണക്ക് എളുപ്പമല്ല. അങ്ങ് ദൂരെ കാണുന്നതാണ് പെരിയാർ ലേക്ക്. കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആ കാണുന്നതാണ് പെരിയാർ ലേക്ക്. ഓ, ഇതൊരിക്കൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ട്രെക്കിങ് തന്നെയാണ്. വരാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇതിൻ്റെ ബുക്കിംഗ് ഐ ഡി എല്ലാം ഇട്ടേക്കാം. ബുക്ക് ചെയ്തിട്ട് സ്ലോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ട്രക്കിങ്ങിന് വരാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് ട്രക്ക് ചെയ്യണം. അത്ര നല്ല എക്സ്പീരിയൻസ് ആണ്. ഇത് ഫുൾ സെറ്റപ്പായിട്ടാണ് ഇവർ പാക്കേജ് ആയിരുന്നത്. നമുക്കപ്പം ഇടയ്ക്ക് ഹിൽ ടോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ആപ്പിൾ, ഒരു ഏത്തപ്പഴം, ഒരു ഓറഞ്ച് ഇതെല്ലാം കഴിക്കാനുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചും ഉണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഈ കാണുന്നതാണ് തമിഴ്നാട്. ആ കാണുന്നതാണ് തമിഴ്നാട്. ഇത് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. നമ്മൾ ടോപ്പിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങുവാണ്. എന്നെ വ്യൂ ആണെന്ന് നോക്കിയേ. എൻ്റെ അമ്മോ, സൂപ്പർ. ഇപ്പോൾ അങ്ങ് ദൂരെ ഒരു കോട്ടേജ് ഉണ്ട്.
ആ കോട്ടേജിൽ എത്തിയിട്ട് ഇനി എനിക്കൊരു 2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലഞ്ച് ബ്രേക്ക് ആവും, ലഞ്ച് കഴിക്കും. ആഹാ ശരിയേ ക്യാമ്പിലെത്തി ഇതേ ഫുഡ് ലഞ്ച് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കേട്ടാ ചോറ് പിന്നെ കടലക്കറി എല്ലാമായിട്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ബാക്കി റിട്ടേൺ അടിക്കും. ഒരു അരമണിക്കൂർ നമ്മളിവിടെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നടക്കും. തിരിച്ച് ഏകദേശം 9 കിലോമീറ്റർ തിരിച്ച് ഇറങ്ങാനായിട്ടുണ്ട്. ഈ വരുന്നവരുടെ എല്ലാവരോടും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് മൊബൈലിൻ്റെ പോർട്ടബിൾ ചാർജർ ഉണ്ടെങ്കിൽ കയ്യിലെടുത്തോണം. തിരിച്ചു വരുന്ന വഴി കുറേ വൈൽഡ് ആനിമൽസിനെ കണ്ട് എനിക്കൊന്നും വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ഒരു 5:30 ആയപ്പോഴത്തേക്ക് അവസാനിച്ച്. അടിപൊളി ട്രിപ്പായിരുന്നു.